നമസ്കാരം. ജ്യോതിഷ വിശ്വാസികളായ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് അതായത് 2024 ജൂൺ 12 ശുക്രൻ മിഥുനൻ രാശിയിലേക്ക് കടക്കുമ്പോൾ വലിയ ധനഭാഗ്യയോഗം സിദ്ധിക്കുന്ന ഏതാനും നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടെ പരാമർശിക്കുന്നത്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ജൂലൈ 7 മുമ്പായിട്ട് ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ധനഭാഗ്യം, ഭാഗ്യ നറുക്കെടുപ്പുകളിൽ നേട്ടം, പിതൃസ്വത്തോ മാതൃസ്വത്തോ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്ന ഭാഗ്യാനുഭവം, സുഹൃത്തുക്കളിൽ നിന്നുള്ള ഭാഗ്യാനുഭവം, വിദേശത്ത് നിന്നും ഭാഗ്യാനുഭവം തുടങ്ങിയ ഗുണങ്ങളെല്ലാം സിദ്ധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ ഭാഗ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാർ ജൂലൈ 7 മുമ്പ് അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കണം. ആ ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ശുക്രൻ്റെ ഗ്രഹചാര ഫലം നോക്കാം. അതായത് ശുക്രൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുമ്പോഴുള്ള ഗ്രഹചാര ഫലം, ഗ്രഹസഞ്ചാര ഫലം അല്ലെങ്കിൽ താൽക്കാലിക ഫലം എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ശ്ലോകം പറയുന്ന ഇതാണ്: അഖില വിഷയഭോഗം വിത്തസിദ്ധിം വിഭൂതിം സുതസുഹൃദ് അഭിവൃദ്ധിം പുത്രലബ്ധിം വിപത്തിം ദിശതി യുവതി പീഡാം സമ്പദം വാ സുഖാപ്തിം കലഹം അഭയം അർത്ഥപ്രാപ്തിർ ഇന്ദ്രാരി മന്ത്രി. ഇതാണ് നമ്മൾ പൊതുവായിട്ട് പറയുന്ന പ്രമാണം, ശുക്രൻ്റെ ഓരോ രാശിയിൽ വരുമ്പോഴുള്ള ഫലത്തെപ്പറ്റി പറയുന്നത്. അതായത് അഖില വിഷയഭോഗം, എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കുന്നത്. അതുപോലെ 2 ധനലാഭം, ലോട്ടറി പോലുള്ള അല്ലെങ്കിൽ ഭാഗ്യ അനുഭവം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. 3 ഭാവത്തിലാണെങ്കിൽ ഐശ്വര്യമുണ്ടാകും. 4 ഭാവത്തിലാണെങ്കിൽ മക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ അഭിവൃദ്ധി ഉണ്ടാകും. 5 പുത്രലബ്ധി, വീട്ടിൽ സന്തോഷം ഉണ്ടാകും ശിശുജനനം കൊണ്ട്. 6 വിപത്തി എന്ന് പറഞ്ഞാൽ ആപത്തുകൾ. 7 യുവതി പീഡാം, അതായത് സ്ത്രീകൾ മുഖേനയായിട്ട് ദുഃഖം അല്ലെങ്കിൽ ഭാര്യാ ദുഃഖം എന്നും പറയാം. 8 സമ്പത്ത്. 9 സുഖാപ്തി, സമ്പത്തും സുഖവും ലഭിക്കും. 10 കലഹം. 11 കൂടെ സഞ്ചരിക്കുമ്പോൾ അഭയം അഥവാ ഭയമില്ലായ്മ. 12 അർത്ഥപ്രാപ്തി, ധനലാഭം അല്ലെങ്കിൽ ധനത്തിൻ്റെ പ്രാപ്തി, ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ശ്രമം കൊണ്ട് ധനം ലഭ്യമാക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ശുക്രൻ്റെ ഗ്രഹചാര ഫലം എന്ന് പറയാവുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. 8, 12 തുടങ്ങിയ ഭാവങ്ങൾ അനിഷ്ടഭാവങ്ങളായിട്ടാണ് സാധാരണ വെക്കുന്നതെങ്കിലും ശുക്രന് 8 കൂടെയും 12 കൂടെയും സഞ്ചരിക്കുമ്പോൾ സുഖാനുഭവങ്ങളും ധനപ്രാപ്തിയുമാണ് ഫലം. 6, 7, 10 എന്നീ ഭാവങ്ങളിൽ കൂടെ ശുക്രൻ സഞ്ചരിക്കുന്നവർക്ക് കാലം ഗുണകരമല്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ ഗുണഫലം ലഭിക്കുന്നതെന്ന് ചുരുക്കത്തിൽ ഒന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. ഇടവക്കൂറിൽ വരുന്ന രോഹിണി, മകയിരം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2 ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. 2 എന്ന് പറയുന്നത് ധനഭാവമാണ്. അപ്പോൾ അവർക്ക് പല വഴികളിൽ സമ്പത്ത് വന്നു ചേരും. അപ്പോൾ ഈ രോഹിണി നക്ഷത്രത്തെ പറ്റി പറയാറുണ്ട്, പലപ്പോഴും ദുഃഖമാണ് അവർക്ക് കൂടുതൽ, ഇടയ്ക്കൊക്കെയാണ് സുഖാനുഭവം വരുന്നതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ സമയത്ത് അവർക്ക് ഒരുപാട് വഴികളിൽ കൂടെ ധനലാഭത്തിനുള്ള സാധ്യതയുണ്ട്. അല്പം ചെലവ് കൂടുന്ന കാലമാണെങ്കിൽ പോലും ബിസിനസ്സിൽ കൂടെയും വാക് സാമർഥ്യത്തിൽ കൂടെയും അധ്യാപന വൃത്തിയിലൂടെയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപദേശം നൽകുന്നതിലൂടെയും കൺസൾട്ടൻസി പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയൊക്കെ വളരെ ഗുണകരമായ അനുഭവങ്ങളുണ്ടാകും. അവർക്ക് ഭാഗ്യ നറുക്കെടുപ്പുകളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാഗ്യ പരീക്ഷണങ്ങളിലോ ഒക്കെ വളരെ ഗുണഫലം, അനുകൂല ഫലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലോട്ടറി പോലുള്ള കാര്യങ്ങളിൽ അവർക്ക് നേട്ടത്തിന് സാധ്യതയുണ്ട്. അവരുടെ ജാതകത്തിലെ വ്യാഴവും ശുക്രനും വളരെ ഗുണകരമായിട്ടാണെങ്കിൽ നല്ലൊരു തുക തന്നെ സമ്മാനമായിട്ട് ലഭിക്കാനുള്ള യോഗം അവർക്ക് ഉണ്ട്. പക്ഷെ ചെലവ് വർദ്ധിക്കുന്ന കാലമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കുക. പിന്നെ ആരോഗ്യപരമായിട്ട് അല്പം ശ്രദ്ധ പുലർത്തണം. എന്നാൽ അതേ സമയത്ത് മക്കളുടെ വിവാഹ കാര്യത്തിലൊക്കെ ശുഭകരമായ തീരുമാനം ഉണ്ടാകുന്ന കാലവുമാണ്. പിന്നെ ധനപരമായിട്ട് അനുകൂല കാലഘട്ടമാണ്. കാര്യസാധ്യം ഉണ്ടാകുന്ന സമയവുമാണ്.
പിന്നെ വീട്, വസ്തു എന്നിവ സംബന്ധിച്ച് ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ കാര്യക്ഷമമായിട്ട് തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോവുക. മകയിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് പഠന കാര്യങ്ങളിൽ വളരെയേറെ വൈദഗ്ധ്യം സിദ്ധിക്കുന്നതാണ്. സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വൻ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഈ സമയത്ത് മകയിര നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടാകാം. അതുപോലെ തന്നെ ലോട്ടറി അടിച്ച പോലുള്ള ജോലികളും കിട്ടാം. നല്ല കമ്പനികളിൽ നല്ല ശമ്പളത്തോടെ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് ഒറ്റയടിക്ക് വൻ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാങ്കേതിക ജ്ഞാനം ഉയരുന്ന കാലമാണ്. വിദ്യാഭ്യാസ രംഗത്തോ ഗവേഷണ രംഗത്തോ പ്രവർത്തിക്കുന്നവർക്ക് ധനപരമായിട്ട് നേട്ടം ഉണ്ടാകും. പിന്നെ കുടുംബജീവിതം പൊതുവെ സുഖകരമാകും. കുടുംബത്തിൽ സൗഖ്യം നിലനിൽക്കുന്ന കാലമാണ്. പ്രണയിക്കുന്നവർക്ക് ഗുണകരമായ കാലഘട്ടമാണ്. വളരെ നല്ല അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ അവസരങ്ങളെ നമ്മൾ ഒട്ടും വിട്ടുകളയരുത്. അതിനെപ്പറ്റി അവസരം തുറന്നു വരുമ്പോൾ തന്നെ നമ്മൾ അതിനെപ്പറ്റി നന്നായിട്ട് മനസ്സിലാക്കുക. ആ രംഗത്ത് പരിചയമുള്ളവരോടോ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തോ ഒക്കെ ആ അവസരം മനസ്സിലാക്കുക. അത് പെട്ടെന്ന് ചാടിപ്പിടിക്കുക. അത് വളരെ സാധ്യതയുള്ളൊരു സമയമാണ്. ഈ സാങ്കേതിക വിജ്ഞാനമുള്ള മകയിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ആ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുകയും നല്ല ജോലി അല്ലെങ്കിൽ നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള ഒരു കാലമാണ്. അതുപോലെ തന്നെ ലോട്ടറി, ഭാഗ്യപരീക്ഷണങ്ങൾ ഇവയിൽ നിന്നൊക്കെ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് അശ്വതി, ഭരണി, കാർത്തിക എന്നീ 3 നക്ഷത്രങ്ങളാണ്. അതായത് മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക വരുന്നത് മേടക്കൂറിലും ഇടവക്കൂറിലുമായിട്ടാണ്. ഈ ശുക്രനെ സംബന്ധിച്ച് 3-ൽ സഞ്ചരിക്കുന്ന ശുക്രനും അനുകൂലമാണ്. അപ്പം ഈ അശ്വതി, ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 3-ലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2-ലാണ് ശുക്രൻ വന്നത്. അപ്പോൾ 2-ൽ വന്നാലും 3-ൽ വന്നാലും കാർത്തികയ്ക്ക് ഗുണകരമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കിയാൽ ഈ 3 നക്ഷത്രക്കാർക്കും ഐശ്വര്യം സിദ്ധിക്കും. വിഭൂതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്. അപ്പോൾ ശുക്രൻ 3-ൽ സഞ്ചരിക്കുന്ന സമയത്ത് ഐശ്വര്യവർദ്ധനമാണ് ഫലം. ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയത്തിന് വളരെ സാധ്യതയുള്ള സമയമാണ്. ജാതകം അനുകൂലമാണെങ്കിൽ ലോട്ടറി ഭാഗ്യവും വന്നു ചേരാം. അതായത് ദശാകാലം ഗുണകരമാണ്. ജാതകത്തിൽ വ്യാഴവും ശുക്രനും ശുഭരാശികളിലാണ് നിൽക്കുന്നത് എങ്കിൽ, അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ലോട്ടറിയിൽ നല്ല നേട്ടത്തിന് സാധ്യതയുണ്ട്. അല്ലെങ്കിലും നമുക്ക് പരീക്ഷിക്കാവുന്ന ഒരു കാലമാണ്. കാരണം ലോട്ടറിയിൽ വലിയ നേട്ടമല്ലെങ്കിലും ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ തുക മുടക്കി ഒന്ന് പരീക്ഷിക്കാം. തടസ്സങ്ങളില്ലാതെ ജോലി മുന്നോട്ട് പോകും. ബിസിനസ് ആണെങ്കിലും ബുദ്ധിമുട്ടില്ലാതെ പോകും. പുതിയ അവസരങ്ങൾ ബിസിനസ്സിൽ തുറന്നു വരുന്നതാണ്. പുതിയ ആളുകളുമായിട്ട് ബന്ധപ്പെടാനും ബിസിനസ് വ്യാപിപ്പിക്കാനും സാധിക്കുന്ന കാലഘട്ടമാണ്. പല സ്രോതസ്സുകളിൽ നിന്ന്, പ്രത്യേകിച്ച് പുതിയ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ്. നിയമപരമായ കാര്യങ്ങളിൽ അശ്വതി നക്ഷത്രക്കാർക്ക് വിജയത്തിന് പ്രത്യേക സാധ്യതയുണ്ട്. അതായത് ഏതെങ്കിലും ആളുകളുമായിട്ട് നിയമതർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് അനുകൂലമായിട്ട് വന്ന് നല്ലൊരു എമൗണ്ട് കിട്ടാനുള്ള സാധ്യത, കോമ്പൻസേഷനായിട്ടോ അല്ലെങ്കിൽ തർക്കത്തിൽ നിൽക്കുന്ന ഒരു തുകയോ ഒക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കടം വാങ്ങിയ തുക തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. വ്യാഴം 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലവും കൂടി ആയതുകൊണ്ട് വളരെ കാവ്യാത്മകമായിട്ട് സംസാരിക്കാനൊക്കെയുള്ള കഴിവുണ്ടാകും. അതിൽ സമൂഹത്തിൽ നിന്ന് അംഗീകാരം ഉണ്ടാകും. പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് ധനമാക്കി മാറ്റാനും കഴിയുന്ന ഒരു കാലഘട്ടമാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാനുഭവത്തിന് നല്ല യോഗമുള്ള കാലമാണ്. പക്ഷേ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റോക്ക് മാർക്കറ്റിലോ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ നടത്തുന്നതോ വളരെ ശ്രദ്ധിച്ച് വേണം. വളരെ ഉറപ്പുള്ള കാര്യങ്ങളിൽ മാത്രമേ ധനം നിക്ഷേപിക്കാവുള്ളൂ. അതേസമയത്ത് സ്വയം ഒരു റിഫ്രഷ്മെൻറ്റിന്, സ്വയം ഒരു ഒരു റെനൈസൻസ് എന്ന് പറയാം, ഒരു നവോത്ഥാനം സ്വയം സൃഷ്ടിക്കാനായിട്ട് കഴിയും. നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്തിയിട്ട് പുതിയൊരു തുടക്കം ചെയ്യാനായിട്ട് സാധിക്കും. ബിസിനസ്സിലാണെങ്കിലും നമ്മുടെ സാധാരണ ജീവിതത്തിലാണെങ്കിലും നല്ലൊരു തുടക്കത്തിന് സാധ്യതയുണ്ട്. ധനപരമായിട്ട് ബാധ്യതകൾ നല്ലൊരു പങ്ക് വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ചെയ്യുന്ന തൊഴിലുകളിൽ നിന്നും ഭേദപ്പെട്ട ആദായം ലഭിക്കും. ലോട്ടറി പോലുള്ള പെട്ടെന്നുള്ള ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പുതിയ വിഷയങ്ങളിൽ ഉപരിപഠനത്തിന് അവസരം സിദ്ധിക്കുന്നതാണ്. അതിന് ജോലി സാധ്യതയും ഉണ്ടാകും. അന്യദേശവാസത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ അന്യദേശത്ത് പോയാൽ അതും ധനമായിട്ട് മാറും, ധനഭാഗ്യമായിട്ട് മാറുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ പ്രസംഗം, സംഗീതം, സിനിമ, അതുപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവർക്കൊക്കെ ധാരാളം അവസരങ്ങൾ കിട്ടാൻ യോഗമുള്ള കാലമാണ്. അപ്പോൾ എന്താണെങ്കിലും ജൂലൈ 7-ന് മുമ്പ് ഈ നക്ഷത്രക്കാർക്ക്
ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ സമയമാണ്. കടബാധ്യതകൾ നല്ലൊരളവ് വരെ വീട്ടാനായിട്ട് സാധിക്കും. പിതൃസ്വത്തോ മാതൃസ്വത്തോ പെട്ടെന്ന് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു, അത് പിന്നെ ആകട്ടെ എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരിക്കുന്നതാകാം. അത് ഈ ഒരു അവസരത്തിൽ പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് അതുപയോഗിച്ച് നല്ലൊരളവ് വരെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനോ കടം വീട്ടാനോ ഒക്കെ സാധിക്കുന്നതാണ്. കുട്ടികളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനൊക്കെ സാധിക്കും. ഭാഗ്യാനുഭവങ്ങൾക്ക് സാധ്യത ഉള്ളതുകൊണ്ട് അവർക്ക് അതൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പണയം, ചിട്ടി, ഇൻഷുറൻസ് തുടങ്ങിയവയിൽ നിന്നും ധനാഗമം ഉണ്ടാകുന്ന കാലഘട്ടമാണ്. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്ക് ഗുണകരമായ കാലഘട്ടമാണ്. വിരുന്നുകളിലും കുടുംബ സംഗമങ്ങളിലുമൊക്കെ പങ്കെടുക്കാനും കുടുംബ ബന്ധങ്ങൾ കുറച്ചുകൂടെ മെച്ചമാകാനും സാധിക്കും. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ അല്പം സൂക്ഷിച്ച് സംസാരം നടത്തേണ്ടതാണ്. ചെറിയ പിണക്കങ്ങൾക്കുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൂടെ ദോഷഫലങ്ങളും കൂടെ അങ്ങ് പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം ഈ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ബുധൻ 3-ൽ സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് ഒരു ശത്രുദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതിനുള്ള ദേവീ ക്ഷേത്രത്തിലൊക്കെ വഴിപാട് ചെയ്യുന്നത് കുറച്ച് നല്ലതാണ് ഈ ഒരു സമയത്ത്. അതുപോലെ മേലധികാരികളിൽ നിന്നും അധികം അടുപ്പം ഉണ്ടാകാൻ സാധ്യതയില്ല. മേലധികാരിയുടെ അല്പം അകൽച്ച കാണിക്കാനുള്ള സാധ്യത അവർക്കുണ്ട്. അതുപോലെ തന്നെ പ്രവർത്തന മികവിന് തക്ക അംഗീകാരം തൊഴിൽ രംഗത്ത് കിട്ടാത്ത അവസ്ഥ ഉണ്ടായേക്കാം. അതൊരു നെഗറ്റീവ് സൈഡാണ് ഇതിൻ്റെ. എങ്കിൽ പോലും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാൻ തടസ്സമല്ല. ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് നല്ല ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കാനുള്ള യോഗം ഉണ്ട്. പക്ഷേ നമുക്ക് ഈ മനസ്സിന് പൂർണ്ണമായിട്ടും അംഗീകാരം കിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അടുത്തത് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. എന്ന് പറഞ്ഞാൽ വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട. ആ നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം 8-ലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ശുഭഗ്രഹങ്ങൾക്ക് സാധാരണ 8-ാം ഭാവം ഗുണകരമല്ലെങ്കിലും ശുക്രനെ സംബന്ധിച്ച് 8-ൽ കൂടെ സഞ്ചരിക്കുന്ന സമയം ഗുണകരമാണ്. പല വഴികളിൽ കൂടെ ധനം ലഭിക്കും. ബുധനും കൂടെ അതേ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ധനഭാഗ്യയോഗം വർദ്ധിക്കും. ലോട്ടറി തുടങ്ങിയ പെട്ടെന്നുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. ജോലി കാര്യങ്ങളിലൊക്കെ ഏറ്റെടുത്ത ദൗത്യം കൃത്യമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കും. ചെറിയ കാലതാമസമോ തടസ്സമോ ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ നല്ല രീതിയിൽ പൂർത്തിയാക്കുന്നത് കൊണ്ട് വലിയ അംഗീകാരം തൊഴിൽ രംഗത്ത് ലഭിക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധികൾക്കൊന്നും സാധ്യതയില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ചൊക്കെ പരിഹരിക്കാൻ സാധിക്കും. പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ സാധിച്ചെന്ന് വരികയില്ല. അപ്പോൾ ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ പോലും ചികിത്സ തേടുന്നതാണ് ഉചിതം. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ ജ്ഞാനാന്വേഷണങ്ങളിൽ എന്ന് പറഞ്ഞാൽ പഠന കാര്യങ്ങൾ, ഗവേഷണ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ പഠിക്കുക, ഇതിലൊക്കെ അവർ മുഴുകിയിരിക്കും. അത് അവർക്ക് പിന്നീട് ധനമാക്കി മാറ്റാൻ സാധിക്കും. ആ അറിവ് പുസ്തകം എഴുതിയോ അല്ലെങ്കിൽ ക്ലാസ് എടുത്തോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്തോ എങ്ങനെയാണെങ്കിലും ഈ പുതിയ പുതിയ അറിവുകൾ അവർക്ക് ധനമാക്കി മാറ്റാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. വിദേശ സുഹൃത്തുക്കൾക്കായിട്ട് വസ്തു ക്രയവിക്രയം ചെയ്യുന്നതിലൂടെ വലിയ ധനലാഭം സിദ്ധിക്കും. എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്ന എമൗണ്ട് ആയിരിക്കില്ല, അതിലും കൂടുതൽ ധനലാഭ കാര്യത്തിനുള്ള ഒരു യോഗം ഉണ്ട്. സുഹൃത്തുക്കൾ മുഖേന ധനലാഭത്തിനുള്ള യോഗമുണ്ട്. പ്രത്യേകിച്ച് വിദേശത്തുള്ള സുഹൃത്തുക്കളിൽ നിന്നും ധനലാഭത്തിന് യോഗമുണ്ട്. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജൂൺ ആദ്യ വാരം കഴിഞ്ഞാൽ അനുകൂല ഫലങ്ങൾ കൂടുന്നതാണ്. കാരണം വ്യാഴം കുറച്ചുകൂടെ അനുകൂലമാകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നേട്ടങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ജോലിയിൽ നിയമന ഉത്തരവ് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് ലഭിക്കും. അപ്പം ജോലി ലഭിക്കുന്നതിലൂടെ ധനലാഭത്തിനുള്ള സാധ്യതയുണ്ട്. പല വഴികളിലൂടെ ധനം ലഭിക്കാൻ യോഗമുണ്ടാകും. അത് ഒരു ഇടനില നിൽക്കുന്നതിലൂടെയാകാം. അതായത് വാങ്ങിക്കാൻ സ്ഥലമൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളും വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കുന്നതിലൂടെ, നമ്മുടെ ഒരു ബ്രോക്കർ എന്നുള്ള രീതിയിലായിരിക്കണമെന്നില്ല, ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിലും ആകാം. അപ്പോൾ അതിലൂടെ ധനലാഭം അവർക്ക് ഉണ്ടാകും. പിന്നെ ഈ അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത്, അല്ലെങ്കിൽ വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത്, ചൊവ്വ അവരുടെ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഭയവും ഉണ്ടാകില്ല. ശത്രുക്കളൊക്കെ നിഷ്പ്രഭരായിട്ട് പോകും. കാരണം രാശിനാഥനും കൂടെയാണല്ലോ ചൊവ്വ എന്ന് പറയുന്നത്. അതുകൊണ്ട് എതിർപ്പുകളെയൊക്കെ അവഗണിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. കലാപ്രവർത്തകരെ സംബന്ധിച്ച് നല്ല അവസരങ്ങൾ കിട്ടുന്ന ഒരു കാലമാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അധ്വാനത്തിന് തക്ക അംഗീകാരം ഉണ്ടാകുന്ന കാലമാണ്. ബിസിനസ്സിന് വേണ്ടിയുള്ള യാത്രകൾ നല്ല പ്രയോജനം ചെയ്യും. നല്ലപോലെ ധനാഗമം ഉണ്ടാകും.
നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾ എല്ലാവർക്കും സ്വീകാര്യമാകും. അതിലൂടെ ഒരു നേതൃത്വം ലഭിക്കും. ചൊവ്വ സ്വക്ഷേത്ര ബലവനായിട്ട് നിൽക്കുന്നു. വൃശ്ചിക കൂറിൽ വരുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ രാശിനാഥനായ ചൊവ്വ ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ശത്രുക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം മോചനം നേടാനായിട്ട് സാധിക്കും. ന്യായമായ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കിട്ടാനായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകും. കർമ്മഗുണം വർദ്ധിക്കും. ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് നല്ലപോലെ സമ്പത്ത് ലഭിക്കും. ആശയക്കുഴപ്പമൊന്നും ഇല്ലാതെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ പല വഴികളിൽ കൂടെ ധനം ലഭിക്കും ധൈര്യപൂർവ്വം പ്രവർത്തിക്കുന്നത് കൊണ്ട്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര, ചോതി നക്ഷത്രക്കാർക്കും വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗത്തിൽ പെടുന്നവർക്കും അനുകൂല കാലഘട്ടമാണ് ഇത്. അവർക്കും പല വിധത്തിൽ ധനഭാഗ്യം ഉണ്ടാകും. കാരണം അവർക്ക് ശുക്രൻ 9-ലാണ് സഞ്ചരിക്കുന്നത്. ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ പല അവസരങ്ങളും വന്നു ചേരും. അവസരങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കണം. ജീവിത പങ്കാളിയുടെ പിന്തുണയുള്ളതുകൊണ്ട് ബിസിനസ് വളരെ ഗുണകരമാകും. നല്ല ഊർജ്ജത്തോടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. മക്കൾക്ക് ഉപരിപഠനത്തിനുള്ള യോഗം ഉണ്ടാകും. അതിനുള്ള ധനമൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ഏതെങ്കിലുമൊക്കെ വഴിയിൽ. അന്യദേശത്തുള്ള പഠന സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അന്യദേശത്ത് തൊഴിൽ ലഭിക്കാനും സാധ്യതയുണ്ട്. അന്യദേശത്ത് നിന്ന് ധാരാളം ധനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കൾ മുഖേനയോ സുഹൃത്തുക്കൾ മുഖേനയോ അല്ലെങ്കിൽ മക്കൾ അവിടെ ജോലി ലഭിക്കുന്നത് കൊണ്ടോ ധനം നമുക്ക് ലഭിക്കാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഈ ചിത്തിര നക്ഷത്രക്കാർ അന്യദേശത്ത് പോയി തൊഴിൽ തേടുകയാണെങ്കിൽ അവർക്ക് നല്ല ജോലി കിട്ടാനും ധന ആഗമത്തിനും സാധ്യതയുണ്ട്. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏജൻസി പ്രവർത്തനം, കമ്മീഷൻ വ്യാപാരം തുടങ്ങിയവയിൽ നിന്നും വൻ നേട്ടങ്ങൾ ഉണ്ടാകും. ഊഹക്കച്ചവടത്തിൽ നഷ്ടം വരാനിടയുണ്ട്. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ കൂടുതൽ മെച്ചമായ അനുഭവങ്ങൾ ഉണ്ടാകും. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ, അതായത് ജൂൺ പകുതിക്ക് ശേഷം, 15-ാം തീയതിക്ക് ശേഷം, ഈ ജൂലൈ 7-ന് മുമ്പായിട്ട് അവർക്ക് ലോട്ടറി ഭാഗ്യം പ്രത്യേകമായിട്ടുണ്ട്. നിലവിലുള്ള പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങൾ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അവരും കിട്ടുന്ന അവസരങ്ങളൊക്കെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. അല്പം പരിശ്രമം കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന കാലമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ചിത്തിര നക്ഷത്രക്കാർക്കും ഭാഗ്യാനുഭവങ്ങൾ പരീക്ഷിക്കാവുന്നതാണ്. പിന്നെ വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം എന്ന് പറയുന്നത് തുലാക്കൂറിലാണ് വരുന്നത്. അവർക്ക് ഭൂമി വിൽപ്പന, സ്ഥലം വിൽപ്പനയ്ക്ക് ഇടനില നിൽക്കുക, അതായത് ബ്രോക്കറായിട്ട് നിൽക്കുക തുടങ്ങിയവയിലൂടെ നല്ല ലാഭത്തിന് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്ഥലം നേരത്തെ എടുത്തു വെച്ചിരിക്കുന്നത് വിൽക്കുന്നതിലൂടെ ലാഭത്തിന് സാധ്യതയുണ്ട്. അതുപോലെ സ്വർണം നമ്മൾ നാണയങ്ങളായിട്ടോ അതായത് കോയിനായിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് ETF-ലൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് വളരെയേറെ ലാഭത്തിൽ അത് വിൽക്കാൻ സാധിക്കും. ലോട്ടറി ഭാഗ്യവും അവർക്ക് ഉണ്ടാകാം. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് കാലം ഗുണകരമാണ്. അവർക്ക് പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ധനഭാഗ്യ യോഗം ഉണ്ടാകും. റിട്ടയറൊക്കെ ചെയ്യുന്നവർക്ക് പ്രതീക്ഷിക്കുന്നതിലേറെ തുക റിട്ടയർമെൻ്റ് ആനുകൂല്യമായിട്ട് ലഭിച്ചേക്കാം. വീട് വിട്ട് നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഈ തുലാക്കൂറിൽ വരുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് ഉണ്ടായേക്കാം. പുതിയ ജോലി കൂടുതൽ സൗഭാഗ്യകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉള്ള ജോലി വിട്ടിട്ട് പുതിയ ജോലിയിലേക്ക് പ്രവേശിച്ചവർക്ക് കൂടുതൽ ഗുണകരമായിട്ട് ആ ജോലി അനുഭവപ്പെടുന്നതാണ്. കലാപ്രവർത്തനം പൂർണ്ണമായിട്ടും വിജയിക്കണമെന്നില്ല. കലാപ്രവർത്തനത്തിൽ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസോ അതിനുള്ള അവസരങ്ങളോ ലഭിക്കണം എന്നില്ല. അവസരങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. മറ്റു രീതിയിൽ നോക്കുമ്പം ഗുണകരമാണ്. ഇനിയുള്ളത് ശുക്രൻ 12-ൽ സഞ്ചരിക്കുന്ന കാലമാണ് ഇനി അടുത്ത ധനലാഭമുള്ള കാലം എന്ന് പറയുന്നത്. അപ്പോൾ കർക്കിടക കൂറുകാരെ സംബന്ധിച്ചാണ് ശുക്രൻ 12-ൽ സഞ്ചരിക്കുന്നത്. മിഥുനത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. അപ്പം കർക്കിടകൂറിൽ വരുന്ന പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ശുക്രൻ 12-ൽ സഞ്ചരിക്കുന്നതുകൊണ്ട് വളരെ ഗുണകരമാണ്. പൂയ നക്ഷത്രക്കാർക്ക് പ്രശ്നങ്ങളെയൊക്കെ പ്രതിരോധിച്ച് വളരെ നല്ല രീതിയിൽ മുന്നേറാൻ സാധിക്കും. അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ജോലിയില്ലാത്തവർക്ക് നിയമനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മത്സരങ്ങളിൽ വിജയം നേടുന്ന ഒരു കാലഘട്ടമാണ്. ജോലിയിലിരിക്കുന്നവർക്ക് പ്രൊമോഷന് സാധ്യതയുണ്ട്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് ജനകീയമായ അടിത്തറ വർദ്ധിപ്പിക്കാനും സമൂഹത്തിൽ നിന്ന് കൂടുതൽ അംഗീകാരം ലഭിക്കാനുമുള്ള യോഗമുണ്ട്. അവർക്ക് പല പ്രവർത്തനങ്ങളിൽ നിന്നും ധനലാഭത്തിനും സാധ്യതയുണ്ട്. സാമൂഹിക പ്രവർത്തനത്തിനൊക്കെ ആവശ്യമായ ധനം സംഭരിച്ചെടുക്കാൻ അവർക്ക് സാധിക്കും. പിന്നെ പഴയ നിക്ഷേപങ്ങളിൽ നിന്നും പൂയ നക്ഷത്രക്കാർക്ക് നല്ല ആദായം കിട്ടാൻ സാധ്യതയുണ്ട്. ഷെയറിലൊക്കെ നേരത്തെ നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് ഇപ്പോൾ നല്ല വിലയ്ക്ക് വിൽക്കാനായിട്ട് സാധിക്കും. പ്രണയ സാഫല്യം എന്ന് പറഞ്ഞാൽ പ്രണയം വിവാഹത്തിലെത്തിച്ചേരാനുള്ള യോഗമുണ്ട്. ജൂൺ 2-ാമത്തെ പകുതി മുതൽ
ഒരല്പം ആദായം കുറയുന്ന കാലഘട്ടമാണ്. പക്ഷെ അപ്പോഴും ഒരു ഭാഗ്യാനുഭവം നിലനിൽക്കുന്നു. ലോട്ടറിയിൽ നിന്നുള്ള ഭാഗ്യമോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഏതെങ്കിലും സ്രോതസ്സുകളിൽ നിന്ന്, ഏതെങ്കിലും സോഴ്സിൽ നിന്ന് ഒരു ഭാഗ്യം ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. നമ്മളിതെല്ലാം ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളത് മാത്രം. നമ്മളെ തേടിയ അവസരങ്ങൾ വരുമ്പം നമ്മളത് കൈവിട്ട് കളയരുത്. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ശ്രമിച്ചിട്ട് ലക്ഷ്യം കാണാത്ത പല കാര്യങ്ങളും ഈ അവസരത്തിൽ സാധിച്ചു കിട്ടും. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് നല്ല പദവികൾ, സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന പദവികൾ സിദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്വാശ്രയ ശീലം വർദ്ധിക്കുകയും സ്വന്തം രീതിയിൽ പല ബിസിനസ്സും ചെയ്യാനും വിജയിപ്പിക്കാനും ഒക്കെ സാധിക്കുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ്സിൽ സംതൃപ്തമായ രീതിയിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ജോലിയിലിരിക്കുന്നവർക്ക് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു തരത്തിൽ ധനലാഭത്തിന് തുല്യമാണെന്ന് ഓർക്കണം. നമുക്ക് നമ്മുടെ വീടിനടുത്തേക്കോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോയി വരാവുന്ന രീതിയിലൊക്കെ ജോലി കിട്ടുമ്പോഴത്തേക്കും വലിയൊരളവ് ധനം അവിടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. കുടുംബജീവിതത്തിൽ സുഖവും സമാധാനവും ലഭിക്കുന്നതാണ്. ബന്ധുക്കളുമായിട്ടുള്ള പിണക്കം മാറുകയും ബന്ധുക്കളിൽ നിന്നും ധനലാഭം ഉണ്ടാവുകയും ചെയ്യും. മക്കളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകും, ഗുണകരമായ തീരുമാനം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നല്ല ബന്ധങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഗവേഷണം പൂർത്തിയാക്കി ഡിഗ്രികൾ, PhD പോലുള്ള ഡിഗ്രി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ജൂൺ പകുതിക്ക് ശേഷം ഒരല്പം ദോഷകരമായ അനുഭവങ്ങളും ഉണ്ടായേക്കാം. എങ്കിലും കടബാധ്യതകൾ ഭാഗികമായിട്ടാണെങ്കിലും വീട്ടാനായിട്ടുള്ള പൈസ നമുക്ക് കിട്ടും. ഈ പെട്ടെന്നുള്ള ധനം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം കടം വീട്ടാനായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അത് ശ്രദ്ധിക്കുക. കാരണം അല്ലെങ്കിൽ നമ്മൾ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ അത് പല രീതിയിൽ ചിലവഴിച്ചു പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോളുക. അടുത്തത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രം എന്ന് പറയുന്നത് 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. മിഥുനക്കൂറിലും കർക്കടകക്കൂറിലുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചും സാമാന്യം ഗുണകരമായ ഒരു കാലഘട്ടമാണ്. അവർക്ക് ഏജൻസി പ്രവർത്തനങ്ങളിൽ നിന്ന് ഗുണകരമായ അനുഭവം ഉണ്ടാകും. പിന്നെ ലോട്ടറി ഭാഗ്യവും സാമാന്യ രീതിയിൽ അവർക്ക് കിട്ടുന്നതാണ്. തടസ്സങ്ങളൊക്കെ മാറിപ്പോകുന്ന കാലഘട്ടമാണ്. പിന്നെ സ്വന്തം രീതിയിൽ ബിസിനസ്സുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ജൂലൈ 7 മുമ്പായിട്ട് അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. നേരത്തെ അല്പം തടസ്സങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഇപ്പോഴത് മാറി വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് നമുക്ക് വളരെ അനുകൂലമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ പിതൃസ്വത്തോ മാതൃസ്വത്തോ സ്വന്തമായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു വിഹിതം നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചിട്ടി, ഇൻഷുറൻസ് തുടങ്ങിയവയിൽ നിന്നും ലാഭമുണ്ടാകും. നേരത്തെ നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നും പുണർദം നക്ഷത്രക്കാർക്ക് ലാഭമുണ്ടാകും. ഈ ലോട്ടറി ഭാഗ്യത്തെക്കാളേറെ പുണർദം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ എൻ്റെ അഭിപ്രായത്തിൽ സാധ്യതയുള്ളത് ഈ ചിട്ടി നറുക്കെടുപ്പിൽ അത് കിട്ടുക, അതുപോലെ തന്നെ ഇൻഷുറൻസിൽ വലിയൊരു തുക, നമ്മൾ പ്രതീക്ഷിച്ചതിലും ഏറെ ഒരു തുക ബോണസ് ഉൾപ്പെടെ നമുക്ക് കിട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ സാധ്യതയുള്ളത്. ലോട്ടറി ഭാഗ്യം ഇല്ല എന്നല്ല, അവർക്കും അത് പരീക്ഷിക്കാവുന്നതാണ്. വൻതോതിലല്ലെങ്കിലും ഈ പറഞ്ഞ നക്ഷത്രക്കാരൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ഒന്ന് പരീക്ഷിക്കുക. അതുപോലെ തന്നെ ദൈവ പ്രാർത്ഥനയോടുകൂടി, ഈശ്വര പ്രാർത്ഥനയോടുകൂടി തന്നെ അത് ചെയ്തു നോക്കുക. വലിയ തുകയൊന്നും മുടക്കണ്ട, നിങ്ങൾക്ക് സാധ്യതയുള്ളൊരു കാലം ആയതുകൊണ്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ കടങ്ങളും ബാധ്യതകളും ഒക്കെ മാറി നിങ്ങൾക്ക് സുഖകരമായ ജീവിതം ലഭിക്കട്ടെ. വളരെ സന്തോഷകരമായിട്ട് ധനം നമുക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഇഷ്ടപ്പെട്ടതിൻ്റെ സൂചനയായിട്ടൊന്ന് ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്താൽ ഒരു വലിയ പ്രോത്സാഹനമാണത്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനമാണ് വീണ്ടും വീഡിയോ ഇടാനായിട്ട് എനിക്ക് പ്രേരണയാകുന്നത്. ഇതുവരെയുള്ള എല്ലാ സഹകരണങ്ങൾക്കും ദൈവനാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.